ആൾക്കാർ ചവിട്ടി ചവിട്ടി ചാനക്കിടയ്ക്ക് ഒരു വണ്ടി കയറി വരും. അതുകൊണ്ട് റോഡായിട്ട് ഇവിടെ കറണ്ടൊക്കെ വന്നിട്ട് എത്ര ആളായിട്ടുണ്ടോ? അതിപ്പോ ഒരു 1.5 കൊല്ലം കറണ്ട് വന്നിട്ട്. എനിക്ക് ഷാപ്പിലായിട്ട് വീട്ടിൽ കിട്ടിയിട്ടില്ല. കാടാകുമ്പോ കറണ്ട് പിടിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. നീ ഇതൊക്കെ അറിയണം. എന്തൊരു സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഒന്നാമത് പെരും വനമാണ് ഈ വനത്തിൽ കൂടെ. അമ്മയുടെ പേരെടുക്കാൻ പോടാ നാറി. ഇങ്ങനത്തുള്ള പട്ടികളെ ഇവിടെ എല്ലാവർക്കും പരിചയക്കാരല്ലേ? ഞാനറിയണ വെച്ചേ ആകെ മൊത്തം കുറച്ച് പേരല്ലേ ഇവിടെ ഉള്ളൂ. ഈ കണ്ടു പരിചയം വെച്ചുള്ള കീച്ചാ കീച്ചിന്ന്. ചേട്ടന്റെ ഒരു ഫിലിപ്പ് എന്നല്ലേ? പിന്നെ പുള്ളി എന്താണ് നമുക്ക് അറിയാന്ന് വിളിച്ചത്? ഇന്നലെ ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഓരോറക്കം കഴിഞ്ഞപ്പോഴേ എന്തോ തട്ടുമുട്ടൊക്കെ കേട്ടു. ആ ഇവിടെ ഇടയ്ക്ക് ആന ഇറങ്ങും. അയ്യോ, ആന ഇറങ്ങും? ഇറങ്ങും. ആന ഇറങ്ങിയാൽ ഭയങ്കര പ്രശ്നവുമില്ല കേട്ടോ. പേടിക്കാനൊന്നുമില്ലേ. 2 പ്രാവശ്യം എന്റെ വീട് തള്ളി കളഞ്ഞത്. അവര് വന്ന് ഉന്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഒരെണ്ണം കിട്ടും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ പേടിക്കാനൊന്നുമില്ല. 2 കട്ടയ്ക്ക് അടിച്ചു ചീഞ്ഞ കുറേ വെച്ചാൽ അവര് ഒന്നും അറിയില്ല. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാട്ടാ, ഞാൻ ഒച്ചയായിട്ട് പുറത്തേക്ക് നോക്കുമ്പോ തീ പോലെ ഒരു സാധനം പോയി. ഈ സയറിന് അടിക്കുമ്പോലെ ഈ ചിഹ്നം പിടിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ ഉണ്ടാവും. അതിനൊന്നറിയോ, ഈ വടക്കേമലയിൽ തീച്ചാമുണ്ടി തെക്കേമലയിലേക്ക് പോകുന്ന അവിടെ ഒരു സായിപ്പിന്റെ പഴയ പള്ളിയുണ്ട്. മാതാവിന്റെയാ. അതന്നെ. ചേട്ടത്തി അനിയത്തിനെ കാണാൻ പോകുന്ന നീ. പിന്നെ അല്ലാതെ ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ശ്രദ്ധിക്കണ ആറി. ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര അകലത്തില്. ഇതെന്നാ പറയുന്നത്? ഇവിടെ പറഞ്ഞ് കണകുണ ചോദ്യങ്ങളും ചോദിക്കരുന്നു. ഇതുകൊണ്ട് ആന നിന്ന സാധന ചന്നക്കൂവ. ഇവിടെ ഈ ചോനൊക്കെ ആന പോകുന്ന വട്ടം കടന്നു പോകും. നമുക്കിനി കുറച്ചുകൂടെ അകത്തേക്ക് കയറി പോകാറുണ്ട്.